എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് സെൻസെക്സ് ഏകദേശം 800 പോയിന്റ് ഒരു ഇടിവും ഓട്ടോ സെക്ടറിന്റെ ഒരു കനത്ത ഇടിവ് കാരണം നിഫ്റ്റി 23,650 താഴെയാണ് ക്ലോസ് നടത്തിയത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം മാജിക് ഒന്നും തന്നെ സംഭവിച്ചില്ല. യൂറോപ്യൻ മാർക്കറ്റ് ഫർദർ ആയിട്ട് ഫോള് ആയ ഒരു അവസ്ഥയാണ്. ഈവൻ ബ്രന്റ് ഓയിലും $100 പെർ ബാരലിലേക്ക് സ്പൈക്ക് ചെയ്തു. എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ട്രംപ് പറഞ്ഞിരിക്കുന്നത് US ഇൻട്രസ്റ്റ് കട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ട്രംപ് ഫെഡറൽ റിസർവിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും US മാർക്കറ്റിന് അത് ഗുണകരമാകും. US മാർക്കറ്റിന് ഗുണകരമായാൽ അത് എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റിന് ഗുണകരമാകും. അതാണ് ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഈ ഇറാൻ ആക്രമണത്തിൽ ഇത്രയും നാളും ഉറക്കത്തിലായിരുന്ന UN ഇന്നലെ ഒരു രക്ഷാസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തെ അപലപിച്ചു. ഏത് ആക്രമണത്തെയാണ്? ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചു. അപ്പോൾ അതിൽ ഒരുപാട് രാജ്യങ്ങൾ വോട്ട് ചെയ്തു. ചൈനയും റഷ്യയും വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. അറ്റ്ലീസ്റ്റ് UN ഇടപെടുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് അടുത്ത അപ്ഡേറ്റ്. ഇനി ലാസ്റ്റായിട്ടുള്ളത്, നമ്മളുടെ ഈ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് പുരി സിംഗ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഡീസലിനോ LPGക്കോ ഷോർട്ടേജോ കാര്യങ്ങളൊന്നുമില്ല. LPG സപ്ലൈ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. ഓൾറെഡി തന്നെ ഇന്നലെ ഇന്ത്യ അറിയിച്ചിരുന്നു ഹോർമുസ് കടലിലൂടെ നമ്മളുടെ ഈ ഓയിൽ ഷിപ്പ് അതിൻ്റെ പാസേജ് അത് അനുവദിക്കാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ക്രൂഡ് പ്രൈസ് കൂടുകയാണ്, അത് സൈഡിലുണ്ട്. അപ്പോൾ കുറച്ച് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗം എന്നോണം ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായി ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ, അതായത് US ഫ്യൂച്ചർ പോസിറ്റീവിലാണ് ട്രേഡ് തുടരുന്നത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ ഒന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്തു 5216, സിൽവർ സ്പൈക്ക് ചെയ്ത് 85, ബിറ്റ് കോയിൻ 71,000, ബ്രന്റ് ഓയിൽ കാണാം സ്പൈക്ക് ചെയ്ത് $100 അടുത്ത് എത്തി. നാച്ചുറൽ ഗ്യാസ് 3.2, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 23,574. നമ്മുടെ ക്ലോസിങ് 23,720 ആയിരുന്നു. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. ഡോ ഫ്യൂച്ചർ, അതാണ് ഞാൻ പറഞ്ഞത്. ഡോ ഫ്യൂച്ചർ ഏകദേശം 250 പോയിന്റ് പ്ലസ് ആണ്. എന്നാൽ ഓസ്ട്രേലിയ ഗ്രീനാണ്. കോസ്പി കൊറിയ 1.5% ഇടിവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 3% ഇടിവിലാണ്. ഡാക്സ് CSE 40 FTSE യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവിലായിരുന്നു. ഡോ നാസ്ഡാക്ക് നെഗറ്റീവിലായിരുന്നു. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ നെഗറ്റീവിലായിരുന്നു നമ്മുടെ മാർക്കറ്റ്. എന്നാൽ ഇപ്പോൾ ഇത് യൂറോപ്യൻ ഫ്യൂച്ചറാണ് കേട്ടോ. യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പക്ഷേ യൂറോപ്യൻ ഫ്യൂച്ചർ അസഫ്നോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. എന്നാൽ ഇന്നലെ ഇതേ സമയം യൂറോപ്യൻ ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു, ഡോ ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു. ഇത് റിവേഴ്സലാണോ എന്നൊന്നും ഞാൻ മീൻ ചെയ്യുന്നില്ല. പക്ഷേ യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അത് അവഗണിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാതെ മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് അപ്സ്റ്റോക്കിൽ ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൽ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാം. FNOയും ഓപ്ഷനും എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ പോകുമ്പോൾ ആദ്യമുള്ളത് ബജാജ് അമിനീസാണ്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഇവരുടെ ഈ മിഡിൽ ഈസ്റ്റ് ടെൻഷൻ കാരണം അമോണിയ സപ്ലൈ ഡിസ്റ്റർബ് ഉണ്ടാവുമെന്ന് കമ്പനി അറിയിച്ചു. JK ലക്ഷ്മി സിമെൻറ്റ് ഇവർക്ക് ഒരു പുതിയ ഓർഡർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. മാക്സ് ഫിനാൻസ് സർവീസ് കമ്പനി 2000 കോടി രൂപ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. കൊറൻറ്റ് ഫ്യൂച്ചർ കമ്പനി ഇവർ കവച് എക്യുപ്മെൻറ്റ്, ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് കവച് എക്യുപ്മെൻറ്റ് അത് സപ്ലൈ ചെയ്യാനായിട്ട് ധാരണയായി. കൽപാത്ര പവർ കമ്പനി 1400 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബയോകോൺ കമ്പനി പുതിയ മെഡിസിൻ അത് അവർക്ക് അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട് US നിന്ന്. ആക്ഷൻ കൺസ്ട്രക്ഷൻ കമ്പനി ഇവർ ഒരു 50-50 ജോയിൻറ്റ് വെഞ്ചർ കാറ്റോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് അവർ ചെയ്യാനായിട്ട് ധാരണയായെന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസ്.
അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.